വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് 2025 ഓണപരീക്ഷയുടെ സുവോളജി ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഒന്ന് ജസ്റ്റ് നോക്കാം. ആദ്യത്തെ ഒരു മാർക്കിൻ്റെ എന്താ പറയുന്നത്? AR ടെക്നോളജി ഇൻ വിച്ച് ട്രാൻസ്ഫർ ഓഫ് എൻ ഓവം കളക്റ്റഡ് ഫ്രം എ ഡോണർ ഇൻ ടു ദ ഫലോപ്പിയൻ ട്യൂബ് ഓഫ് അനദർ ഫീമെയിൽ ഹു കനോട്ട് പ്രൊഡ്യൂസ് ഓവം ഈസ് കോൾഡ് ഡാഷ്. ഒരു മാർക്കിൻ്റെ ചോദ്യം. എന്താണ് അതിന് പറയുക? ഗിഫ്റ്റ്, GIFT ആണല്ലേ. ഗ്യാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ എന്നാണ് ആ ഒരു ട്രാൻസ്ഫറിന് പറയാം. ഇത് വായിച്ചിട്ട് മനസ്സിലാവാത്തത് തന്നെ മലയാളം കൂടി നോക്കുക കേട്ടോ. അടുത്ത ചോദ്യം. ദ വാൾ ഓഫ് ദ യൂട്രസ് ഹാസ് 3 layers ഓഫ് ടിഷ്യൂ. മിഡിൽ തിക്ക് ലെയർ ഓഫ് സ്മൂത്ത് മസിൽ ഈസ് കോൾഡ്. ആ മിഡിൽ ലെയറിന് എന്താ പറയുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ പറയുക? മയോമെട്രി ആണ് അല്ലേ. ആൻഡ് ഇന്നർ ഗ്ലാൻഡുലാർ ലെയർ ഈസ് കോൾഡ് എൻഡോമെട്രിയം റെസ്പെക്റ്റീവ്ലി. അപ്പോൾ എന്തൊക്കെയാണ് ഉത്തരം? മയോമെട്രിയം, മിഡിൽ തിക്ക് ലെയർ, അടുത്തത് ഇന്നർ ഗ്ലാൻഡുലാർ ലെയർ ഏതായിരുന്നു? എൻഡോമെട്രിയം. അടുത്ത ക്വസ്റ്റ്യൻ. ദ സെക്കൻഡറി ഫോളിക്കിൾ ട്രാൻസ്ഫോംസ് ഇൻ ടു ടെർഷ്യറി ഫോളിക്കിൾ വിച്ച് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി കോൾഡ് ആൻഡ്ര ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ. ഏതാണ് ABO ബ്ലഡ് ഗ്രൂപ്പ്? എന്തിൻ്റെ എക്സാമ്പിളാണ്? കോഡോമിനൻസിൻ്റെ എക്സാമ്പിളാണ് അല്ലേ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് കൃത്യമായിട്ട് നോക്കി പഠിക്കണം. അടുത്ത ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ. ക്രോസിംഗ് ഓഫ് F1 ഹൈബ്രിഡ് ടു ഇറ്റ്സ് റെസസീവ് പാരൻറ്റ് ടു ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് ജീനോടൈപ്പ് ഈസ് കോൾഡ്. F1 ഹൈബ്രിഡിനെ റെസസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നത് അതിൻ്റെ ജീനോടൈപ്പ് കാണാനാണ്. അപ്പോൾ അങ്ങനെയുള്ളതിന് എന്താ നമ്മൾ പറയുക? ടെസ്റ്റ് ക്രോസ്. അടുത്തത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ബ്രസ്റ്റ് ഫീഡിംഗ് ഡ്യൂറിംഗ് ദി ഇനീഷ്യൽ പീരീഡ് ഓഫ് ഇൻഫൻറ്റ് ഗ്രോത്ത് ഇസ് റെക്കമെൻഡഡ് ബൈ ഡോക്ടേഴ്സ് ഫോർ ബ്രിങ്ങിങ് അപ്പ് എ ഹെൽത്തി ബേബി. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആൻഡ് ആൻറ്റിബോഡീസ് ആണല്ലേ, എസ്പെഷ്യലി IgA. അപ്പോൾ അതെന്ന് പറയുന്നത് എന്ത് ചെയ്യും? ബേബിയെ പ്രൊട്ടക്റ്റ് ചെയ്യും. എങ്ങനെ? എവിടെ നിന്നൊക്കെ? ഇൻഫെക്ഷൻസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. അതുവഴി ഹെൽത്തി ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത്. 1 മാർക്കാണ് അതിന്. ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ചോദ്യം. നെയിം ദ മിൽക്ക് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ ഇനീഷ്യൽ ഫ്യൂ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ. ഏതാണ്? കൊളസ്ട്രോൾ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൊളസ്ട്രോൾ. ഇനി അടുത്ത ചോദ്യം. ഇൻ അവർ സൊസൈറ്റി ദാറ്റ് വിമൻ ആർ ഓഫൻ ബ്ലെയിംഡ് ഫോർ ഗിവിംഗ് ബർത്ത് ടു ഡോട്ടേഴ്സ്. ക്യാൻ യു എക്സ്പ്ലെയിൻ വൈ ദിസ് ഈസ് നോട്ട് കറക്റ്റ്? ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ് അല്ലേ. അപ്പോൾ വിമനെ നമുക്ക് ബ്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. പെൺകുട്ടികൾക്ക് ജന്മം നൽകി എന്നുള്ളതുകൊണ്ട് സ്ത്രീകളെ ഒരിക്കലും നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ബിക്കോസ് ഫാദറാണ് എന്ത് ചെയ്യുന്നത്? ചൈൽഡിൻ്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ. അപ്പോൾ നിങ്ങളവിടെ എഴുതേണ്ടത് ബിക്കോസ് ദ ഫാദർ ഡിറ്റർമൈൻസ് ദ സെക്സ് ഓഫ് ദ ചൈൽഡ് എന്നാണ് അവിടെ എഴുതേണ്ടത്. നമ്മൾ 10th സ്റ്റാൻഡേർഡ് മുതൽക്ക് പഠിക്കുന്നതാണ് ഇതൊക്കെ കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് മദർ പ്രൊഡ്യൂസസ് ഓൺലി എക്സ് ബെയറിങ് ഓവർ, ഫാദർ പ്രൊഡ്യൂസസ് എക്സ് ഓർ വൈ ബെയറിങ് സ്പേംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വേണമെങ്കിൽ എഴുതി വയ്ക്കാം. 1 മാർക്കേ ഉള്ളൂ എന്തായാലും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. LH ആൻഡ് FSH ആർ ഗൊണാഡോട്രോപ്പിൻസ്. റൈറ്റ് ഡൗൺ ദ റോൾ ഓഫ് FSH ആൻഡ് LH ഇൻ മെയിൽസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സ്പേംസ്. അപ്പോൾ FSHൻ്റെ റോൾ എന്ന് പറയുന്നത് സെർട്ടോലി സെൽസിൽ ആക്ട് ചെയ്തിട്ട് സ്പെർമറ്റോജൻസിന് സഹായിക്കുന്നതാണ്. LH ആണെങ്കിലോ ലേഡിക് സെൽസിലാണ് അത് ആക്ട് ചെയ്യുന്നത് ആൻഡ് സ്റ്റിമുലേറ്റ്സ് ദ സെക്രീഷൻ ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ. ഇതാണ് അവിടെ എഴുതേണ്ടത്. അടുത്ത ചോദ്യം പ്ലാസൻ്റയെ പറ്റിയിട്ടാണ്. പ്ലാസൻ്റ എന്ന് പറയുന്നത് മദറിനെയും ഡെവലപ്പിംഗ് ഫീറ്റസിനെയും ഫിസിയോളജിക്കൽ കണക്ഷനാണ് അല്ലേ. അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം ഹൗ ആൻഡ് വെൻ ദ പ്ലാസൻ്റ ഈസ് ഫോംഡ് ആണ്. എങ്ങനെയാണ് പ്ലാസൻ്റ ഫോം ചെയ്തിരിക്കുന്നത്? പ്ലാസൻ്റ ഫോം ചെയ്തിരിക്കുന്നത് ബൈ ദ കോറിയോണിക് വില്ലൈ ആൻഡ് ദ യൂട്രൈൻ വാളാണ്. അതിൽ രണ്ടാമത്തെ ചോദ്യം എന്താ? പ്ലാസൻ്റ ഓൾസോ ആക്ട് ആസ് എൻഡോക്രൈൻ ടിഷ്യൂ ആൻഡ് പ്രൊഡ്യൂസസ് സെവറൽ ഹോർമോൺസ്. പ്ലാസൻ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോൺസ് ആണ് ചോദിച്ചിട്ടുള്ളത്. HCGയും HPLും ആണ്. HCG എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിനും HPL എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ പ്ലാസൻ്റൽ ലാക്ടോജനും ആണ് അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം IUD എക്സ്പാൻഡ് ചെയ്യാനാണ്. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. ഓക്കെ, ഇതിൽ ബി ക്വസ്റ്റ്യൻ എന്താണ്? CU റിലീസിങ് IUDs എങ്ങനെയാണ് കോൺട്രസെപ്റ്റീവ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അതായത് സ്പേംസിൻ്റെ ഫാഗോസൈറ്റിസസ് ഇൻക്രീസ് ചെയ്യുന്നത് വഴി അവർ ഫെർട്ടിലൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം. ആംനിയോസെൻറ്റസിസ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ ഈസ് ബാൻഡ് ഇൻ അവർ കൺട്രി. ഈസ് ദിസ് ബാൻ നെസസറി? വൈ? കമൻറ്റ് ഓൺ ദ യൂസ് ഓഫ് ആംനിയോസെൻറ്റസിസ്. അപ്പോൾ ഇത് നെസസറി ആണ് അല്ലേ. ബിക്കോസ് എന്താണ്? ആംനിയോസെൻറ്റസിസിൻ്റെ മിസ്യൂസ് എന്ന് പറയുന്നത് ഫീമെയിൽ ഫീറ്റിസൈഡ് ആൻഡ് സെക്സ് സെലക്റ്റീവ് അബോർഷന് വഴിതെളിക്കും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഓൺലി ഫോർ ഡിറ്റക്റ്റിംഗ് ജെനറ്റിക് ഓർ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്. ജെനറ്റിക് അല്ലെങ്കിൽ ജനിതകപരമായത് അല്ലെങ്കിൽ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. അടുത്ത ചോദ്യം. റൈറ്റ് ഡൗൺ 2 സ്ട്രാറ്റജീസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇന്ത്യൻ ഗവൺമെൻറ് ഓൺ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. എന്തൊക്കെയാണ്? ഒന്ന് ഫാമിലി പ്ലാനിങ് പ്രോഗ്രാംസും ഒന്ന് റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്തുമാണ്. അത് എഴുതിക്കോളാം. 2 മാർക്കിൻ്റെ ചോദ്യമാണ്.
അടുത്ത ചോദ്യം, ഡിസ്ക്രൈബ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് വിത്ത് വൺ എക്സാമ്പിൾ ഈച്ച്. രണ്ടെണ്ണമാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? പോളിജനിക് ഇൻഹെറിറ്റൻസ് ഇൻ മാനും പ്ലിയോട്രോപ്പിയും. പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ക്യാരക്ടർ കൺട്രോൾഡ് ബൈ 2 or more ജീൻസ് ആണ് അല്ലേ? 2 അതിൽ കൂടുതൽ ജീൻസ് കൺട്രോൾ ചെയ്യുന്ന ഒരു ക്യാരക്ടർ. എക്സാമ്പിൾ ഹ്യൂമൻ സ്കിൻ കളർ എന്ന് എഴുതാം. പ്ലിയോട്രോപ്പി ആണെങ്കിലോ ഒരു സിംഗിൾ ജീൻ അഫക്ട്സ് മോർ ദാൻ 1 ക്യാരക്ടർ. ഫീനൽ കെറ്റിനോറിയാണ് അതിൻ്റെ ആൻസർ വരുന്നത്, പ്ലിയോട്രോപ്പി. പെട്ടെന്ന് നോക്കാട്ടോ അത്. അടുത്ത ചോദ്യം, ഇഫ് എ മാൻ വിത്ത് ഓ ബ്ലഡ് ഗ്രൂപ്പ് ഈസ് ഗെറ്റിംഗ് മാരീഡ് വിത്ത് എ ബി ഗ്രൂപ്പ് വുമൺ, ഫൈൻഡ് out the chance of getting young ones with O group and AB group in the first delivery of the woman. അപ്പോൾ ആൻസർ ശരിക്കും എന്താ പറയുക? ദർ ഇസ് നോ ചാൻസ് ഓഫ് ആൻ ഓർ എ ബി ഗ്രൂപ്പ് ചൈൽഡ് ഇൻ ദ ഫസ്റ്റ് ഡെലിവറി ഫ്രം ദിസ് പെയറിംഗ്. അതാണ് ആൻസർ വരിക. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കിയാലാണ് കിട്ടുക. മാൻ വിത്ത് ഒ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സ്മോൾ ഐ ആണ്. വുമൺ വിത്ത് എ ബി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ I-A ക്യാപിറ്റൽ I-B. രണ്ടും കൂടി ക്രോസ് ചെയ്യുമ്പോൾ ഓഫ് സ്പ്രിങ് ക്യാപിറ്റൽ I-A സ്മോൾ I എന്ന് പറയുന്നത് 50 ചാൻസും ക്യാപിറ്റൽ I-B സ്മോൾ I എന്ന് പറയുന്നതും 50 ചാൻസ്. രണ്ടും 50-50 ആണ് വരുന്നത്. അതുകൊണ്ട് ഒ ഗ്രൂപ്പ് 0%, എ ബി ഗ്രൂപ്പ് 0% ആണ് വരിക. രണ്ടും ചാൻസ് വരുന്നില്ല. ഓക്കെ, PYക്ക് മുഴുവൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി പ്രധാനപ്പെട്ട നോക്കേണ്ടത് STI, മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഇവൻറ്റ്സ് ആണ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡൗൺ സിൻഡ്രോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളും കൂടി നിങ്ങൾ നോക്കിയിട്ടാണ് എക്സാമിന് പോകാവൂ. പിന്നെ PYQs തന്നെ ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കും കൂടി നന്നായി ഡീപ്പായിട്ട് വായിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.